മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. പൂനിലാവല്ല പുലർവേളയിൽ, മുല്ലയാവില്ല മൂവന്തിയിൽ. അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലി, കുറുമ്പിന്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. മുഖം മറയ്ക്കും. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. കളിക്കുന്ന കണ്ണാടിപ്പുഴച്ചേലാണ് വെണ്ണില പെണ്ണിന്റെ മൂക്കുത്തിക്കല്ലിലെ മുത്തോലും മണിമുത്താണ്. വെള്ളിച്ചിലമ്പിട്ട് തുള്ളിക്കളിക്കുന്ന കണ്ണാടിപ്പുഴച്ചേലാണ് വെണ്ണില പെണ്ണിന്റെ മൂക്കുത്തിക്കല്ലിലെ മുത്തോലും മണിമുത്താണ്. കസ്തൂരി കാറ്റ് വന്നു കൊണ്ടു തന്ന പൂമണം, മുഖം മറയ്ക്കും. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. പൂനിലാവല്ല പുലർവേളയിൽ, മുല്ലയാവില്ല മൂവന്തിയിൽ. അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലി, കുറുമ്പിന്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. സൂപ്പർടാ, നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു. അടിപൊളി. ചോദിക്കാം നമുക്ക്. യെസ് ശരത് സർ. മകളെ ശ്രീഹരി, എന്തോ നല്ല പാട്ട് താങ്ക് യു സർ. മോനെ നന്നായിട്ട് തന്നെ പഠിച്ചൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ മോനെ. പിന്നെ എനിക്ക് ആകെ തോന്നിയത് നിനക്ക് ആ ഒരു സന്തോഷമില്ല. നീ ഇതിന്റെ ഇടയ്ക്കൊക്കെ ആ സന്തോഷം, ഈ ശ്വാസം എടുക്കേണ്ട സമയത്താണ് മോന് സന്തോഷം വരുന്നത്. മറക്കുടയാൽ
മുഖം മറയ്ക്കും. എടാ അങ്ങനല്ല, ഈ ചിരി നിനക്ക് മൊത്തം വേണ്ടേ? മാനല്ല മഷിക്കാറ് എന്തിന്? ശ്വാസം എടുക്കുമ്പോ ചിരിക്കുന്നുണ്ട്. അതാടാ ഞാൻ പറഞ്ഞത്, ശ്വാസം എടുക്കുമ്പോ എന്തിനാ നീ ചിരിക്കുന്നത്? അത്ര കൂടുതൽ ഓക്സിജൻ ഉണ്ടോ ഇവിടെ? മകളെ നീ ഒന്ന് ചിരിച്ചോണ്ട് പാടിക്ക, ബാക്കിയുള്ള കാര്യം പിന്നെ സംസാരിക്കാം. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല, പൂനില അല്ല ഈ ശരിയല്ല, ഇത് പൊട്ടിച്ചിരിച്ചോണ്ട് പാടാനല്ലേ ഇത്? പൂനിലാവല്ല പൂനിലാവല്ല പുലർവേളയിൽ ചിരി മുല്ലയാവില്ല മൂവന്തിയിൽ അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലേ കുറുമ്പിന്റെ കുറുമ്പിന്റെ ഒക്കെ കുറച്ച് സോഫ്റ്റ് ആടാ. കുറുമ്പിന്റെ കുറുമ്പിന്റെ കുറുമ്പ് വരണം, ഒരു കുറുമ്പ് രസമല്ലേ അത്? കുറുമ്പിന്റെ ഇത് ഉറുമ്പിന്റെ അല്ല കുറുമ്പിന്റെ കുറുമ്പിന്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല. ആ മോനെ, ആ ചിരിയായിരുന്നു എനിക്ക് മിസ് ചെയ്തത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാലും നല്ലൊരു പാട്ട് മോനെ. നീ കുറച്ചും കൂടെ ചിരിച്ച് കുറച്ചും കൂടെ ശ്രുതിയുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും അടിച്ചോണ്ട് പൊക്കൂടെ മാർക്ക് നമ്മൾ തരാനങ്ങിരിക്കല്ലേ. ഇപ്പോഴും അവിടെ ആരും തൊടാതെ ഇങ്ങനെ ഇരിക്കാം. മിക്കവാറും നമ്മൾ മൂന്നുപേരും ഇത് വീതിച്ചെടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. എന്നെ മറക്കല്ലേ നിങ്ങൾ? ഇല്ലടാ ഒരിക്കലും ഇല്ല. നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ആദ്യം നിനക്ക് വരും. അത്രേ ഉള്ളൂ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ശ്രീഹരി എന്തോ പാടിയടാ, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് ചിരിക്കണം എന്നുള്ള ഒരു, നമ്മളെപ്പോഴും എല്ലാ കുട്ടികളോടും പറയുന്നൊരു കാര്യമാണ് ആ പാട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്. കാരണം ഈ പാട്ടിൻ്റെ വിഷ്വൽസും എല്ലായിടത്തും അറിയുന്നില്ല. ഭയങ്കര ഹാപ്പി സോങ് ആണ്. നമ്മളിത് ചിരിച്ച് പാടണം എന്ന് പറയുന്നത് അത് വെറുതെ നമുക്ക് കാണാനൊരു രസത്തിന് വേണ്ടിയിട്ടല്ല. ചിരിച്ച് പാടുമ്പോൾ ആ സോങ്ങിൻ്റെ ഡൈനാമിക്സ് ഓട്ടോമാറ്റിക്കലി മാറും. നമ്മുടെ ആ വായുടെ പ്ലേസ്മെന്റ് അങ്ങനെ ആകുമ്പോൾ അതിന് കൊടുക്കുന്ന പിക്ചർ വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചിരിച്ച് പാടെന്ന് പറയുന്നത് ഹാപ്പി സോങ്സ് ഒക്കെ ആകുമ്പോൾ. ഇത് ആ കണക്ഷൻ അവിടുന്ന് പുറപ്പെടുന്നുണ്ട്, പക്ഷെ ഇവിടെ എവിടെയോ വെച്ചങ്ങ് കട്ടാവുകയാണ്. ആ ഹാപ്പി സോങ്ങിന്റെ ഒരു ഹാപ്പിനെസ് ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. പറയുന്നത് മനസ്സിലായോ? പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഡാൻസ് ഒക്കെ കണ്ടു. അത് ആ ബീജിയോട് ഒരു 2 സ്റ്റെപ്പ് ഇട്ടിട്ട് പിന്നെ അത് കാണാനേ ഇല്ലായിരുന്നു. ആ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിച്ചടാ മോനെ. നന്നായിട്ടുണ്ടോ? നല്ലതാ അത്. നോക്കട്ടെ, നീ നാണിക്കാതെ ഒന്ന് ഡാൻസ് ചെയ്തേ. 1 3 4. ഓക്കെ ശ്രീഹരി. അപ്പൊ ശ്രീഹരി അതെന്തുകൊണ്ടാണ് അതിൽ മാത്രം ഫസ്റ്റ് ബീജിൽ മാത്രം ഒതുക്കിയത്? മീൻസ് പല്ലവി കഴിഞ്ഞിട്ട് വരുന്ന ബീജിൽ മാത്രം, പിന്നെ ഒന്നും എവിടെയും ഒന്നും കണ്ടില്ല. എന്ത് അല്ല കോറസിലില്ലേ കൈക്കോട്ടെടുത്തിട്ട് ഇങ്ങനെ കളിക്കാന്ന് ചോദിച്ചായിരുന്നു. കൈക്കോട്ടെടുത്തിട്ട് എങ്ങനെ ഒന്ന് എടുത്തേ? കൈക്കോട്ടെടുത്തേ. മോനെ ഇത് ഏത് കൈക്കോട്ടാണ് നീ? എനിക്കത് വടംവലി പോലെയാ തോന്നിയത്. ഇതെന്തോ ഇത് മറ്റേ പമ്പടിക്കുന്നത് എന്താണ് സംഭവം? കൈക്കോട്ടുണ്ട് മണ്ണിങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ടതാ. എനിക്കത് മാങ്ങ പറയി ചെടിക്കത്ത് പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഒരു സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. വളരെ മനോഹരം. കുറച്ചുകൂടി ആവാമായിരുന്നു എന്ന് തോന്നി. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഹാപ്പി സോങ്ങിൽ ഇതുപോലത്തെ എലമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ആഡ് ചെയ്യും. എടാ ആ അനുപല്ലവി ഒന്ന് പാടിയ നീ. മുണ്ടകപ്പാടത്തെ മുത്തും പവിഴവും കൊയ്യാനത്തണ പ്രാവാണ്. നേരത്തെ പാടിയപ്പോഴൊക്കെ വെറും പവിഴം എന്ന് മാത്രമേ കേൾക്കണുള്ളൂ. അത് കേൾക്കണം കേട്ടാ. അത് കാരണം ഇങ്ങനത്തെ സോങ്സിലൊക്കെ ലിറിക്കലി എസ്പെഷ്യലി ഗിരീഷേട്ടൻ റൗണ്ടിൽ ഈ പുള്ളി എന്താണ് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കണം. അപ്പോൾ നമുക്ക് അടുത്ത തവണ വരുമ്പോൾ പാട്ട് സെലക്ഷൻ കുഴപ്പമൊന്നുമില്ല, നല്ല പാട്ട് സെലക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കണം. അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ കണക്ഷൻ അവിടെ നിന്ന് പുറപ്പെടുന്നത് ഇവിടെ കിട്ടണം. അത്രേ ഉള്ളൂ കേട്ടാ. നെക്സ്റ്റ് ടൈം അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ. ഓക്കെ, സോ മോനെ നന്നായിട്ട് പാടി. ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീഹരിയുടെ വോയിസ് നല്ല
നല്ല ടോണാണ് ഇന്നത്തെ സോങ്ങിനാണെങ്കിലും. സാധാരണ കുറച്ച് സ്ട്രെയിൻഡ് ആവാറുണ്ട് ശ്രീഹരി, പക്ഷെ ഇന്ന് ഇറ്റ് വാസ് ഗുഡ് ടു ലിസൺ. നല്ല വോയിസ് ആയിരുന്നു ഇന്നത്തെ റൗണ്ടിന് പറ്റിയ പാട്ടും കൊണ്ടാണ് വന്നത്. ഒരു കിടിലം പാട്ട് അല്ലേ? അപ്പോൾ ശ്രീഹരിക്ക് ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തതിന് ആദ്യം തന്നെ ഒരു ക്ലാപ്സ്. താങ്ക് യു സാർ. രസമായിട്ട് തന്നെ പാടി. പിന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഫസ്റ്റ് എൻട്രി മറക്കുടയാൽ അതിന് പിച്ച് ഔട്ടായി. ഫസ്റ്റ് നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഹം ചെയ്യണം. ജസ്റ്റ് ചെക്ക് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ശ്രുതിയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് കിട്ടും. ഒന്ന് പാടി നോക്കാം. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷൻസ് ഭയങ്കരമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടല്ലേ. അപ്പോൾ അതായിരുന്നു ഇന്ന് മിസ് ചെയ്തത് ശ്രീഹരിയുടെ. ശ്രീഹരി ഈ പറഞ്ഞ പോലെ ഓഫ്കോഴ്സ് ഒരു ചിരി വന്നിരുന്നെങ്കിൽ തന്നെ കുറേയൊക്കെ അത് വന്നേനെ. ഭയങ്കര സീരിയസ് ആയിട്ടാണ് പാടിയത്. ഇനി അങ്ങനെ ആവാതെ മോൻ ആ പാട്ടിനനുസരിച്ച് സ്വിച്ച് ചെയ്യണം കേട്ടോ. ഇപ്പൊ കുറുമ്പിന്റെ എന്നൊക്കെ പറഞ്ഞില്ലേ, അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലേ കുറുമ്പിന്റെ മറക്കുടയാൽ. ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വരണം, എന്നാലേ അതൊരു സോങ് ആവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ റോബോട്ടിനും പാടാമല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശരി, മാർക്സ് ചോദിക്കാം. ശരത് സാർ. മോന് ഞാൻ 8 മാർക്സ് തരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ശ്രീഹരി എന്തോ 7.9. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 8.1. താങ്ക് യു സാർ. സോ ടോട്ടൽ 24 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ശരി.